ഇനി നമുക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് 2025 ഭാഗമായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ഒരു ആശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലഹരി വിമുക്തമായ ഒരു സമൂഹം വാർത്തെടുക്കുക എന്നുള്ള ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയുന്നത് ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിലായിരിക്കും. ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ ബെന്നി ഡാനിയൽ ചെറുകഥ മുതൽ നോവലുകൾ, ഓർമ്മക്കുറിപ്പുകൾ വരെ വിവിധ വിഭാഗങ്ങളിലായി 30ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന നോവലിന് അബുദാബി ശക്തി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, JCV സമ്മാനം എന്നിവ ലഭിച്ചു. കൂടാതെ തന്നെ മാൻ ഏഷ്യ സാഹിത്യ സമ്മാനത്തിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കൃതികളിൽ ഒന്നുകൂടിയാണ് ആടുജീവിതം. മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷം എന്ന നോവലിന് 2021 അദ്ദേഹത്തിന് വയലാർ അവാർഡും ലഭിച്ചു, അല്ലെങ്കിൽ അത് നൽകി നമ്മൾ ആദരിച്ചു. ഇതിനെല്ലാം പുറമെ, സാഹിത്യത്തിന് പുറമെ 2023 GR ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരനോടൊപ്പം ക്രിസ്റ്റി എന്ന മലയാള സിനിമയുടെ സഹ എഴുത്തുകാരനായി അദ്ദേഹം മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നു. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ മഹത്തായ ഒരു നോവൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആടുജീവിതം സംവിധായകനായ ബ്ലെസ്സി ദ ഗോഡ് ലൈഫ് എന്ന പേരിൽ സിനിമയാക്കി 2024 മാർച്ച് 28 നമുക്ക് മുമ്പിലേക്ക് അത് ആവിഷ്കരിച്ചു. ഒരുപാട് സ്നേഹത്തോടു കൂടി ഡോക്യുമെന്റ് സബ്മിറ്റ് 2025 ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ മയങ്ങുന്ന സമൂഹവും തൂലികാധർമ്മവും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ബെന്യാമിൻ അവറുകളെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞൊരു കൈയടികളോട് കൂടി നമുക്ക് വേദിയിലേക്ക് ഇന്ത്യയിലുടനീളം ഏറെ ആഘോഷിക്കപ്പെട്ട തനത് ശൈലിയിലൂടെ എഴുത്തിൽ മാസ്മരികത സൃഷ്ടിച്ച അതുല്യ പ്രതിഭ. 30ലധികം കൃതികളിലൂടെ വായനക്കാരിൽ മാറ്റത്തിന്റെ ചിറകുകൾ മുളപ്പിച്ച കേരളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ ബെന്യാമിൻ. സാഹിത്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന റിയലിസ്റ്റിക് ടച്ചോടുകൂടിയ ആടുജീവിതം പോലുള്ള കൃതികൾ ഏറെ പ്രശംസനീയമാണ്. തൻ്റെ കൃതികളിലൂടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രിയ എഴുത്തുകാര, തുഞ്ചന്റെ ഈ മണ്ണിൽ മാറ്റത്തിന്റെ പുതുമഴ പെയ്യിക്കാൻ താങ്കളെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലോക മാനസിക ആരോഗ്യ ദിനമായ ഈ ഒക്ടോബർ മാസം 10-ാം തീയതി ഡോപമിൻ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് ഭാഷാപിതാവിൻ്റെ ഈ മണ്ണിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കുകയാണ്. ഇന്ന് ഏറെ പ്രസക്തമായ ഒരു വിഷയത്തിന്മേലാണ് ന്യൂറോ സൈക്കാട്രി സെൻറ്റർ ഇത്തരത്തിലുള്ള ഒരു സബ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പലവിധ കാരണങ്ങളാൽ മാനസികാരോഗ്യം വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള ആശയങ്ങൾ പങ്കുവെക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ സബ്മിറ്റ് മുന്നോട്ട് വെക്കുന്നത്. ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് കേണലും PG സുരേഷ് കുമാറും പങ്കുവച്ച ഒരാശയത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് കരുതുന്നത്. രണ്ടുപേരും പറഞ്ഞത്, ഇവിടെ കൂടിയിരിക്കുന്നവരാരും മയക്കുമരുന്നിന് അടിമകളോ അതിൻ്റെ കണ്ണികളോ അതിൻ്റെ വിൽപ്പനക്കാരോ അതിൻ്റെ ഉപഭോക്താക്കളോ അല്ല. പക്ഷേ നമ്മൾ പിന്നെ എന്തിന് നിങ്ങളോട് സംസാരിക്കണം എന്ന ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. ഒരനുഭവം ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുണ്ട്. ഒരിക്കൽ ഞാൻ
ഒരു റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഇരിക്കുകയാണ്. വളരെ വൈകി വരുന്ന ഒരു തീവണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വിദ്യാർത്ഥികളായ ചെറുപ്പക്കാർ അടുത്ത സീറ്റുകളിൽ ഇരിപ്പുണ്ട്. അവർ വലിയ സംസാരത്തിലാണ്. എന്നെപ്പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നു എന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല, അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് അവർ കാര്യഗൗരവമായി എടുക്കുന്നില്ല. പകരം അവരവരുടെ കാര്യങ്ങൾ പലതും സംസാരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കഞ്ചാവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്ന്. അത് തലച്ചോറിന് ഭയങ്കര ഉണർവ് സമ്മാനിക്കും, ഏകാഗ്രത ഉണ്ടാക്കും, സൈഡ് എഫക്റ്റ് ഒന്നുമേയില്ല, അഡിക്റ്റ് ആവുകയില്ല, ക്രിയേറ്റീവ് പവർ വർദ്ധിക്കും എന്നിങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ചത് പാലാഴി മധുരം ചെയ്തെടുത്തിയ അമൃതിനേക്കാൾ മധുരമായ വലിയ വസ്തുവാണല്ലോ ഇവർ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന്. മയക്കുമരുന്നിൻ്റെ കണ്ണികൾ എവിടെയൊക്കെ നിലനിൽക്കുന്നുവെന്ന്, എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ ആ സംഭവത്തെ കാണുകയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരി, ഏറ്റവും അടുത്ത വിശ്വസ്തനായ ആൾ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ മനസ്സിലാക്കി തരുന്നതിലൂടെ നമ്മൾ വിചാരിക്കും ഈ പറയുന്നതിലൂടെയൊക്കെ വലിയ കാര്യമാണെന്നും ഇത് ശരിയാണെന്നും നമുക്ക് പഠനത്തിൽ മുന്നേറാനും കൂടുതൽ മെച്ചപ്പെടാനുമുള്ള സാധ്യതയാണ് ഇത് ഒരുക്കിത്തരുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, വളരെ അപകടം പിടിച്ച ഒരു വക്കിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഏത് നിമിഷവും ഇതിൻ്റെ ഒരു കണ്ണി നമ്മളിലെ അടുത്തേക്ക് കടന്നു വന്നേക്കാം, നിങ്ങളെ വീഴിക്കാൻ ശ്രമിച്ചേക്കാം, നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം, നിങ്ങളെ ഇതിൻ്റെ കാര്യന്മാരാക്കാൻ ശ്രമിച്ചേക്കാം. കാരണം വളരെ വേഗത്തിൽ പണക്കാരനാവുക, പണക്കാരിയാവുക എന്ന് പറയുന്നത് പുതിയ കാലത്തിൽ ഒരാഗ്രഹമായി, തീവ്രമായ അഭിലാഷമായി മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പണസമ്പാദനത്തിലുള്ള എളുപ്പവഴി എന്ന നിലയിൽ ഇതിൻ്റെ വാഹകരാവാൻ, ഇതിൻ്റെ കച്ചവടക്കാരാവാനുള്ള ക്ഷണവും നിങ്ങൾക്കൊരു പക്ഷേ എവിടെ നിന്നും ഏത് നിമിഷവും ലഭിച്ചേക്കാം. അതിൽ നിന്നൊക്കെ മുക്തരാവുക, അതിനോടൊക്കെ അകലം പാലിക്കുക, അതിനെയൊക്കെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സമ്മിറ്റിൽ വെച്ച് പറയാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 25 വർഷമായി എഴുത്തിൽ നിലനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30 പുസ്തകങ്ങളിലധികം എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, കൂട്ടുകാരികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏക കാര്യം, ഈ സാധനങ്ങളൊന്നും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ 1% പോലും വർക്ക് ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 30 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം പോലും, അല്ലെങ്കിൽ ഒരു വരി പോലും ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എഴുതിയതല്ല. അങ്ങനെ എഴുതാനും കഴിയില്ല. തെളിഞ്ഞ മനസ്സോടെ, ശുദ്ധമായ മനസ്സോടുകൂടി, വളരെയധികം ജാഗ്രതയോടുകൂടി ചെയ്യേണ്ടതാണ് ഏത് സർഗാത്മകമായ പ്രവൃത്തിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലരും പറയുന്നുണ്ട്, എഴുത്തുകാരൊക്കെ കഞ്ചാവ് അടിച്ചിട്ടാണ് എഴുതുന്നത്, കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയാൽ വലിയ സർഗാത്മകമായ പവർ കിട്ടും, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് എഴുതിയാൽ സർഗാത്മകമായ പവർ കിട്ടുമെന്ന്. അപ്പം ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ളവരോട് പറയാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബാബു ആയിരിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ. കാരണം ബാബു എല്ലാ ദിവസവും അടിച്ചേച്ച് റോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ മദ്യപിച്ചിട്ട് എഴുതാമെന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ മദ്യപന്മാരും വലിയ എഴുത്തുകാരായി തീരുകയും, കഞ്ചാവ് അടിച്ചാൽ സിനിമാക്കാരനാവുകയാണെന്നെങ്കിൽ കേരളത്തിൽ കഞ്ചാവ് അടിക്കുന്ന മുഴുവൻ ആൾക്കാരും സിനിമാ നടന്മാരോ അല്ലെങ്കിൽ സിനിമാക്കാരുമായി തീരുകയോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നമുക്കിടയിൽ ധാരാളമായി നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ തെറ്റായ പ്രചരണം ഞാൻ മനസ്സിലാക്കുന്നത്, കഞ്ചാവ് ഒരു വലിയ ഔഷധമാണ് എന്നുള്ളതാണ്. ശരിയാണ്, പലയിടങ്ങളിലും അത് ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇത് അംഗീകൃതമായി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജനപ്രതിനിധികൾ വരെ നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കഞ്ചാവ് എല്ലാത്തരം പദാർത്ഥങ്ങളുടെയും അല്ലെങ്കിൽ രാസലഹരികളുടെയും തുടക്കക്കാരനാണെന്നും, കഞ്ചാവിൽ നിന്നാണ് നമ്മൾ ഓരോ തരം പുതിയ
രാസലഹരിയിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഞ്ചാവ് എല്ലാത്തരം ലഹരികളുടെയും വാതിലാണ് എന്ന് തിരിച്ചറിയുക. കേരള സമൂഹത്തെ അരക്ഷിതമാക്കി തീർക്കുന്നതിൽ ഈ ലഹരി ഉപയോഗം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. അത് കുടുംബകലഹങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കേരളത്തിലെ വലിയൊരു ശതമാനം വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതും ഇതാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ സാധനമൊക്കെ ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല. മദ്യമാണെങ്കിൽ ഊതിച്ചാലെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഈ സാധനം ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവർ പറന്നു പോവുകയാണ് ഇങ്ങനെ ശൂന്യാകാശത്തിലൂടെ. ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത വിധം വാഹനാപകടങ്ങൾക്ക് കൂടി കാരണമാകുന്നുണ്ട്. അങ്ങനെ എന്തും ചെയ്യാനുള്ളതുന്ന ഒരു ഭ്രാന്തായി ലഹരി നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തിടയ്ക്ക് ആണ് ഞാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ജി തയ്യലിൻ്റെ ഒരു അഭിമുഖം കണ്ടത്. ജി തയ്യൽ വലിയ മനോഹരമായ നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് നാർക്കോപോളിസ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. നീണ്ട 20 വർഷക്കാലം ജീത്ത് മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു. മുംബൈ തെരുവുകളിൽ മുംബൈയിൽ നിന്ന് ജീവിച്ച് വലിയ പത്രപ്രവർത്തകൻ്റെ മകനാണ് അദ്ദേഹം. നിങ്ങൾക്കറിയാം, ഈ അടുത്തിടയ്ക്ക് അന്തരിച്ച TGS ജോർജ് സാറിൻ്റെ മകനാണ്. മുംബൈയിൽ നിന്ന് ശീലിച്ച ആ ശീലം കൊണ്ട് നീണ്ട 20 വർഷക്കാലം മയക്കുമരുന്നിൻ്റെ അടിമയായി ജീവിച്ച് തങ്ങളുടെ സർഗാത്മകമായ കഴിവ് താൻ എങ്ങനെ നഷ്ടപ്പെടുത്തി എന്നാണ് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. എനിക്ക് എഴുതാമായിരുന്ന, മുന്നോട്ട് വരാമായിരുന്ന എത്രയോ വർഷങ്ങളാണ് ഞാൻ ഒരു ജഡമായി ജീവിച്ചത് എന്ന് പറയുന്നുണ്ട്. പലരും പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ ഉണർവ് കിട്ടും, സന്തോഷം കിട്ടും എന്നൊക്കെ പറയുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ ജഡമാക്കി തീർക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ജഡങ്ങളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത കാലത്ത് വായിച്ച മറ്റൊരു ആത്മകഥ ജമൈക്കൻ കവിയത്രിയായ സഫിയ സിൻക്ലെയറുടെ ഹൗ ടു സേ ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമാണ്. സൽമാൻ റുഷ്ദിയുടെ ഒരു പുസ്തകത്തിലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ച് കണ്ടിട്ട്. അപ്പോൾ ആ പുസ്തകം മനോഹരമാണ്, വായിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ജമൈക്കയിൽ ഒരു പ്രത്യേക മതവിശ്വാസമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. റസ്തഫാരി എന്നാണ് ആ മതവിശ്വാസത്തിൻ്റെ പേര്. എത്യോപ്യൻ രാജാവായിരുന്ന ഹേലി സലസിയെ ദൈവമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു മതവിഭാഗമാണ് റസ്താഫാരീസ്. റസ്താഫാരീസിൻ്റെ വിശുദ്ധ കർമ്മങ്ങളിൽ ഒന്ന് കഞ്ചാവ് വലിക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥനയുടെ, അവരുടെ വിശ്വാസത്തിൻ്റെ, ആത്മീയ നിറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് കഞ്ചാവ് വലിക്കുക എന്നുള്ളതാണ്. സഫിയ സിൻക്ലെയർ പറയുന്നത് അങ്ങനെ കഞ്ചാവ് വലിച്ച് ശീലിക്കുന്ന മാതാപിതാക്കളുടെ മകനായി ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന വേദനയുടെയും യാതനയുടെയും തിരസ്കാരത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥയാണ് യഥാർത്ഥത്തിൽ ഹൗ ടു സേ ബാബിലോൺ എന്ന് പറയുന്ന ആത്മകഥ. നമ്മുടെ കുടുംബങ്ങളിൽ ഓരോന്നും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നു. നമ്മൾ കുട്ടികളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഈ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ അനുഭവിക്കുന്ന വേദന എത്രയാണോ എന്ന്, ഒറ്റപ്പെടൽ എത്രയാണോ എന്ന്, പീഡനങ്ങൾ എത്രയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നടപടികൾ ഒരുപക്ഷെ പ്രശസ്തരായ പല ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ റസ്താഫരി വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രചാരകനായ പാട്ടുകാരൻ ബോബ് മാർലി ആയിരുന്നു. ബോബ് മാർലി ഉൾപ്പെടെയുള്ള റസ്താഫാരിയൻസ് മുഴുവൻ വിശ്വസിച്ചിരുന്നത് കഞ്ചാവ് എന്ന് പറയുന്നത് ക്യാൻസറിനുള്ള ഏറ്റവും മികച്ച മരുന്നാണ് എന്നാണ്. അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ പാട്ടുകളിൽ, ഞാൻ അവരുടെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, അവരുടെ പാട്ടുകളിൽ പോലും പറയുന്നത് കഞ്ചാവ് നമ്മളെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നാണ്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇത് പാടി നടന്ന ബോബ് മാർലി 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നാണ് മരിച്ചത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. എത്രയോ പ്രശസ്തരായ വ്യക്തികൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാരണം അവരുടെ സർഗാത്മകമായ ജീവിതത്തിൽ നിന്ന് പാതി വഴിയിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സർഗാത്മകതയ്ക്ക് ഉണർവ് നൽകുന്നതാണ് എന്ന് നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മനുഷ്യരുടെയൊക്കെ കഥകളാക്കണം. ബോബ് മാർലി മാത്രമല്ല, മെർലിൻ മൺറോയെ പോലെ, ജിമ്മി ഹെൻഡ്രിക്സിനെ പോലെ, എൽവിസ് പ്രെസ്ലിയെ പോലെ, മൈക്കിൾ ജാക്സനെ പോലെ, ലോക ഫുട്ബോൾ താരം മറഡോണയെ പോലെ എത്രയോ ആളുകളാണ് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് ജീവിതം ഒരു 10, 30, 40 വയസ്സിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെയല്ലാതെ
ചത്തതിനൊക്കെമോ ജീവിച്ചിരിക്കലുമെന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന തങ്ങളുടെ ഉള്ളിലെ സംഗീതം നഷ്ടപ്പെട്ട്, തങ്ങളുടെ ഉള്ളിലെ സാഹിത്യം നഷ്ടപ്പെട്ട്, തങ്ങളുടെ ഉള്ളിലെ സിനിമ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ വേറെയുമുണ്ട്. കേരളത്തിലും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഞാനത് അധികമൊന്നും പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഉപയോഗിക്കാതിരുന്ന ഒരാളുടെ പേര് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ടി പത്മനാഭൻ എന്നാണ്. അദ്ദേഹം എല്ലാ വേദികളിലും അഭിമാനത്തോടുകൂടി പറയുന്നതാണ്, 17ാമത്തെ വയസ്സിൽ ഞാൻ കഥ എഴുതാൻ തുടങ്ങി, ഇന്നോളം ഒരു ലഹരി പദാർത്ഥവും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാതെയാണ് കഴിഞ്ഞ 80 വർഷക്കാലമായി ഞാൻ ഈ കഥയെഴുത്ത് തുടരുന്നത് എന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ 97 വയസ്സുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ഓണപ്പതിപ്പിലും അദ്ദേഹത്തിന് 2-3 കഥകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലഹരി ഉപയോഗിച്ചാലാണ് സർഗാത്മകത വരുന്നതെങ്കിൽ, അങ്ങനെ അല്ലാതെ 80 വർഷക്കാലം കഥ എഴുതി നമ്മളോടൊപ്പം നിന്ന ഒരു മനുഷ്യൻ നമ്മൾക്ക് മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് മയക്കുമരുന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മയക്കുമരുന്നിന് അടിമകളാവാൻ ശ്രമിക്കുന്നത്? മനോഹരമായി ഭൂമിയിൽ ഒരിക്കൽ മാത്രം അനുവദിച്ചു കിട്ടിയ ഈ സന്തോഷം പകരാനാവാതെ ഇങ്ങനെ ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നത് എന്ത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. 3 കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യബോധമില്ല. 2, നിങ്ങൾക്ക് കൃത്യമായ സ്വപ്നങ്ങളില്ല. 3, നിങ്ങൾക്ക് സാമൂഹികപരമായ ഉത്തരവാദിത്വമില്ല. ഇത് 3 ഒരുപോലെ നിറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്തരം അപകടങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല, അലസമായ ജീവിതം ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം സർഗവാസന എന്താണ്, സ്വർഗശേഷി എന്താണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് അതാവും നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. മറ്റെല്ലാ ലഹരികളെയും ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പായാൻ, അതിൽ സമ്പൂർണത കണ്ടെത്താൻ, അതിൽ ജീവിക്കാൻ, അതിൽ അഭിരമിക്കാൻ, അതിലിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ആ ലഹരി ഉണ്ടല്ലോ, അതിനോളം ലഹരി മറ്റൊന്നുമില്ല എന്ന് കഴിഞ്ഞ 25 വർഷക്കാലമായി എഴുത്തിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന, എഴുത്തിൽ ഒരു പുസ്തകം വന്നാലും 2 പുസ്തകം വന്നാലും പിന്നെയും പുതിയ കഥകൾക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ എല്ലാം ഉള്ളിലൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാം ഉള്ളിലൊരു കഴിവ് നിക്ഷേപിച്ചിട്ടാണ് ഈശ്വരൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ കഴിവ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇന്നോളം ആ കഴിവ് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിരാശരാണ്. അയ്യോ, മറ്റുള്ളവർക്കൊക്കെ മറ്റ് ധാരാളം കഴിവുകളുണ്ട്, എനിക്ക് അതില്ലല്ലോ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളത് കണ്ടെത്താൻ വൈകിയിരിക്കുന്നു എന്ന് മാത്രമേ കാര്യമുള്ളൂ. ഞാൻ എൻ്റെ ഉള്ളിലെ കഴിവ്, എനിക്ക് ഉള്ളിൽ ഒരു എഴുത്തുകാരനുണ്ട് എന്ന് കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ 10-25 വയസ്സായതിനു ശേഷമാണ്. 30ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യ കഥ എഴുതുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ക്രിക്കറ്റ് കളിക്കാരനാവും എന്നാണ്. ചെറുപ്പത്തിലൊക്കെ എല്ലാ ദിവസവും രാവിലെ മൈതാനത്ത് പോയി ഒരു സ്റ്റമ്പ് വെച്ച് ബോൾ ചെയ്ത് പരിശീലിക്കുകയും ബാറ്റ് ചെയ്യുകയും ക്രിക്കറ്റ് കളിക്കാരനാവുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ പ്രായത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വേറെ ജനിച്ചിട്ടുണ്ട്, അയാളുടെ പണിയാണ് ക്രിക്കറ്റ് കളിക്കാരനാവുക എന്നതും എൻ്റെ പണി അതല്ല എന്നും നാം തിരിച്ചറിയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ നിങ്ങൾ അടുത്തുള്ളവനെ കണ്ടിട്ട്, അയൽവക്കക്കാരനെ കണ്ടിട്ട്, ജ്യേഷ്ഠനെ കണ്ടിട്ട്, മുതിർന്നവരെ കണ്ടിട്ട് അതുപോലെ ആവാൻ ശ്രമിക്കും. എല്ലാവരും ഡോക്ടറാവാനും, എല്ലാവരും എഞ്ചിനീയർ ആവാനും, എല്ലാവരും IAS-കാരനാവാനും, എല്ലാവരും CA-കാരനാവാനും വേണ്ടിയല്ല ഈ ഭൂമിയിൽ ജനിച്ചത്. ചിലപ്പോൾ നിങ്ങൾ ഫുട്ബോൾ കളിക്കാരനാവാനോ, പാചകക്കാരനാവാനോ, മോട്ടോർ മെക്കാനിക്കായി തീരാനോ, കഥയെഴുത്തുകാരനായി തീർത്താനോ, നർത്തകനായി മാറാനോ, സംഗീതജ്ഞനായി മാറാനോ ഒക്കെയുള്ള അനേകം സാധ്യതകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സാധ്യതകളിലേക്ക് നിങ്ങൾ നടന്നു പോവുകയും സ്വയം വഴി കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പുതിയ കാലത്ത് കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ബലമില്ലായ്മയാണ്. ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ. പരാജയഭീതി നമ്മുടെ കുട്ടികളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒരു പരീക്ഷയിൽ 5% മാർക്ക് 2% മാർക്ക് കുറഞ്ഞു എന്നാൽ അപ്പോൾ തന്നെ ജീവിതം അവസാനിപ്പിച്ചു എന്ന കാരണം പറഞ്ഞ് ഇത് എൻ്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരാശരാകുന്നവർ, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവർ, മയക്കുമരുന്നിൽ അഭയം പ്രാപിക്കുന്നവർ നമുക്ക് ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുക. ജീവിതമെന്ന് പറയുന്നത് വിജയങ്ങളുടേത് മാത്രമല്ല, അനേകം പരാജയങ്ങളുടേത് കൂടിയാണ് എന്നും, ഇത്തരം പല പരാജയങ്ങളെ അതിജീവിച്ചാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടതെന്നും നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. നമ്മൾ മുതിർന്നവർ ചെയ്യുന്നത് എന്താ? നിങ്ങൾ
വിജയിക്കണം, എല്ലാത്തിനും ഉന്നതമായ മാർക്ക് മേടിക്കണം, ഫ്ലെക്സ് വെക്കണം നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവരെ പഠിപ്പിക്കുന്നത്. എല്ലാ കുട്ടികളും എല്ലാ വിഷയവും പഠിക്കാൻ വേണ്ടിയുള്ളവരല്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയങ്ങളോടും അഭിരുചി ഉണ്ടായി എന്നും വരില്ല. കണക്ക് പഠിക്കുന്നവനോട്, കണക്ക് ഇഷ്ടമായവരോട് മലയാളത്തിൽ 100 മാർക്ക് വാങ്ങിച്ച് നീ A+ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അവരെ ശഠിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. അവരുടെ ഉള്ളിൽ നിന്ന് ആ പരാജയ ഭീതി മാറ്റുകയും ഒരു പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഉള്ളിലെ ഉത്കണ്ഠ അത് ഭയങ്കരമായ അവരെ അലട്ടുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി അളക്കുന്നതിന് വേണ്ടി IQ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ IQ എത്രയാണ് എന്ന് ചോദിക്കുന്നു. സമാനമായി EQ എന്നുണ്ട്, ഇമോഷണൽ കോഷ്യൻ്റ്. മാനസികമായ ബലമളക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഭൂരിപക്ഷം കേരളീയർക്കും EQ വളരെ കുറവാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കേരളം വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം മോശം പ്രവണതകളുടെയും ആസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളുടെ പണത്തിനോടുള്ള അമിതമായ ആർത്തിയും മാനസികമായ ഈ ബലമില്ലായ്മയും ഒക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കുട്ടികളെ അത്തരത്തിൽ മാനസികമായി ബലമുള്ളവരും അവരുടെ സർഗാത്മകതയിലേക്ക് വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, സമൂഹത്തിനുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് തങ്ങളും ഈ സമൂഹത്തിന് ആവശ്യമുള്ളവരാണ് എന്നും എന്നെക്കൊണ്ട് ഈ സമൂഹത്തിനും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുകയും അവർ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി മാറുകയും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് വായനയാണ്. പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരം ചില പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. അപരരായ മനുഷ്യരുടെ ജീവിതങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇങ്ങനെയും ജീവിതങ്ങളുണ്ട് എന്ന്, ഇങ്ങനെയൊക്കെ ജീവിതങ്ങളുണ്ട് എന്ന്. ഒരിക്കൽ ഒരു ദിവസം ഒരു രാത്രി 2 മണി 3 മണിയായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആളായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് വിഷം വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് കതവടച്ച് കഴിഞ്ഞപ്പോൾ മേശപ്പുറത്ത് എൻ്റെ ജ്യേഷ്ഠൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആടുജീവിതം കിടക്കുന്നു. എങ്കിൽ പിന്നെ അതൊന്ന് വായിച്ചിട്ട് ചത്തേക്കാം, എന്തായാലും രാവിലെ വരെ മരിക്കാൻ സമയമുണ്ടല്ലോ, അത് വായിച്ചിട്ട് മരിക്കാമെന്ന് വിചാരിച്ചു വായിക്കാനിരുന്നു. ഒരു 2-3 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മരിക്കുന്നില്ല, എന്നേക്കാൾ സങ്കടം അനുഭവിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊന്ന് വിളിക്കുകയാണ്. പുസ്തകങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുമോ എന്ന് ചോദിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. കഥകൾ മനുഷ്യരെ സ്വാധീനിക്കും. ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. സ്വാധീനിക്കുന്ന അനേകം മനസ്സുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ ഒരു സമ്മേളനത്തിന് സ്കൂളിൽ ചെന്നപ്പോൾ 8ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സാറിനോടൊരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു, പറയും മോളെ. പറഞ്ഞു, എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, ഞാനും അമ്മയും എന്നും അച്ഛനെ ചീത്ത വിളിക്കും. കാരണം അച്ഛൻ ഗൾഫിൽ പോയി സൂക്കുകയും ഞങ്ങളിവിടെ കടന്ന് കഷ്ടപ്പെടുകയുമാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആടുജീവിതം വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അച്ഛൻ ഭയങ്കര കഷ്ടപ്പാടാണ് അവിടെ അനുഭവിക്കുന്നത്. കാരണം അച്ഛനൊരു സെക്യൂരിറ്റി ആയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അദ്ദേഹം അനുഭവിക്കുന്ന ചൂട് എത്രയാണ്, ഏകാന്തത എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിനി ഒരിക്കലും അച്ഛനെ തെറി വിളിക്കുകയില്ല, സാറിനോട് അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്ന്. ഒരു കുഞ്ഞു മനസ്സിനെ ഒരു പുസ്തകം എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് നോക്കൂ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത് ഇനി വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കൂ, ഒരു തുള്ളി വെള്ളത്തിന് എത്ര വിലയുണ്ട് എന്ന് ആടുജീവിതം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന്. അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ എത്രയോ മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമാനമായി സിനിമകളും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളൊരു സിനിമ കണ്ട്, പുതിയ കാലത്തെ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ 4 പേരെ ഇടിക്കാനുള്ള ഊർജ്ജവുമായിട്ടാണ് വരുന്നത്. കാരണം അമ്മാതിരി ഇടിയാണ് അതിനകത്ത് നായകൻ ചുറ്റും ചേർന്ന് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി ലഹരി വസ്തുക്കളാണ് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി മദ്യമാണ് സിനിമകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വക സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുണകരമായി സ്വാധീനിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ഇറക്കിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അവരുടെ ഉള്ളിലെ നീതിബോധത്തെയും ധാർമ്മിക ബോധത്തെയും സ്വാതന്ത്ര്യബോധത്തെയും വളർത്തുന്നതിൽ പുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നോബൽ സമ്മാന ജേതാവായ മരിയ വർഗാസ് അയോസ അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാന പ്രസംഗത്തിൽ പറയുന്നത് മുഴുവൻ കഥകൾ എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിച്ച് കൂടുതൽ സംസ്കാരയുക്തരാക്കിയത് എന്നുള്ളതാണ്. നമ്മൾ ബാർബേറിയന്മാരായ ഗുഹാജീവികളായ ഒരു ജീവിവംശം എങ്ങനെയാണ് സംസ്കാരയുക്തരായതെന്ന് ചോദിച്ചാൽ നിരന്തരം കഥകൾ പറഞ്ഞുകൊണ്ടാണ്.
നിരന്തരം കഥകൾ കേട്ടുകൊണ്ട് കഥകൾ പറഞ്ഞ് നമ്മളെ കൂടുതൽ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. പുതിയ കാലത്ത് നമ്മൾ മാതാപിതാക്കൾ കുട്ടികളൊരു പുസ്തകം വായിച്ചാൽ, ഒരു കഥ വായിച്ചാൽ ഉടൻ തന്നെ അവനെ വഴക്ക് പറഞ്ഞ് അയക്കും. നീ പോയി ഒരു പാഠപുസ്തകം എടുത്തു വെച്ച് വായിക്കുമെന്ന് പറയും. ഈ പാഠപുസ്തകം വായിക്കുന്നവൻ പിറ്റേന്ന് പണത്തിൻ്റെ പേരിൽ അച്ഛന് നേരെ കൈയോങ്ങുന്നത് നമ്മൾ കാണേണ്ടി വരും. അവരെ കൂടുതൽ സ്നേഹം പഠിപ്പിക്കണ്ടേ, അവരെ കൂടുതൽ നന്മ പഠിപ്പിക്കണ്ടേ, അവരെ കൂടുതൽ കാരുണ്യം പഠിപ്പിക്കണ്ടേ, സഹാനുഭൂതി പഠിപ്പിക്കണ്ടേ, അന്യരെ സ്നേഹിക്കുന്നതെന്നത് മനസ്സിലാക്കണ്ടേ? അത്തരത്തിൽ പഠിപ്പിക്കണം. ഇപ്പോൾ അടുത്തിടയ്ക്ക് വായിച്ച മനോഹരമായ നോവലുകളിലൊന്ന് എബ്രഹാം വർഗീസിൻ്റെ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവലാണ്. ആ നോവലിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, ഈ നുണകളൊക്കെ നിങ്ങൾ എന്തിനാണ് വായിക്കുന്നത് എന്ന്. ഇതൊക്കെ നുണകളല്ലേ, ഈ നോവലുകളെല്ലാം നുണകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ കഥാപാത്രം പറയുന്നത്, അതെ ഇത് നുണകളാണ്, പക്ഷേ ഇത് ജീവിതത്തിൻ്റെ മഹത്തായ സത്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നുണകളാണ് എന്ന്. ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ 4 ദിവസം കൊണ്ട് നിങ്ങളൊരു നോവൽ വായിച്ചു കഴിയുന്നുവെങ്കിൽ ആ 4 ദിവസം കൊണ്ട് നമ്മൾ 3 തലമുറ ജീവിതമാണ് ജീവിക്കുന്നത്. ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മൾ ഇന്നോളം ജീവിക്കാൻ ഇടയില്ലാത്ത ജീവിതങ്ങൾ ഓരോന്നും നമ്മൾ ജീവിക്കുകയും അതിലൂടെ പുതിയ പുതിയ അനുഭവങ്ങൾ ആർജിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ മിന്നൽ വെളിച്ചം പോലെ എത്തിപ്പിടിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്ന കഥാപാത്രങ്ങൾ, ജീവിതാനുഭവങ്ങൾ അത് പകർന്നു നൽകുകയും ചെയ്യും. പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്ന, ജീവിതത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ ഒരു മിന്നൽ വെളിച്ചമില്ല, ഇവർക്ക് എത്തിപ്പിടിക്കാൻ ഒരു കരമില്ല, അവരുടെ കഥ കേൾക്കാൻ ഒരു കാതില്ല. അപ്പോഴാണ് അവർ ജീവിതം ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്നത്. നമുക്ക് ഒരു ബലം കൊടുക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും പ്രതിസന്ധികൾ ഉണ്ടാവണം. ഞാൻ എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകം റൊമേൻ റോളൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന നോവൽ വായിക്കുന്നത്. 2000 പേജുള്ള പുസ്തകമാണ്. 2000 പേജിലൂടെ അദ്ദേഹം പറയുന്നത് സംഗീതജ്ഞനായ ബിഥോവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. ബിഥോവൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അയാളുടെ സങ്കടങ്ങൾ, അയാളുടെ വ്യതകൾ, അയാളുടെ നഷ്ടങ്ങൾ ഓരോന്നും മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന്, ജീവിതം വിജയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന്, ജീവിതം സുഖത്തിന് വേണ്ടി മാത്രമല്ല എന്ന്, സുഖദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ സമ്മിശ്രമാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കുന്നത്. ആ പുസ്തകത്തിൽ മനോഹരമായ ഒരു കഥാസന്ദർഭമുണ്ട്. തൻ്റെ 48ാമത്തെ വയസ്സിൽ ബീഥോവൻ ഒരു ദിവസം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിലെ ക്ലോക്ക് പതിപോലെ ചലിക്കുന്നുണ്ട്. പക്ഷേ അത് ആ ടിക് ടിക് ശബ്ദം കേൾപ്പിക്കുന്നില്ല. ബീഥോവൻ വിചാരിച്ചു തൻ്റെ ക്ലോക്കിന് എന്തോ സംഭവിച്ചല്ലോ എന്ന് കരുതി അദ്ദേഹം പതിവ് പോലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ അടുത്തുള്ള ഒരു ഇരുമ്പ് കടയിൽ നിന്ന് ഒരാൾ ഒരു ഇരുമ്പ് കമ്പിയിൽ ഒരു ഇരുമ്പ് കൂടം കൊണ്ട് അടിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കാഴ്ച കാണുന്നതെല്ലാം അതിൽ നിന്ന് ശബ്ദമൊന്നും പുറപ്പെട്ടു വരുന്നില്ല. അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. അദ്ദേഹം എന്നും പോകുന്ന പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മണി ചലിക്കുന്നുണ്ട്, അതിൽ നിന്നും ശബ്ദമൊന്നും പുറപ്പെട്ടു വരുന്നില്ല. ഈ ലോകത്തിന് എന്തോ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്വയം മനസ്സിലാവുന്നത് സംഭവിച്ചത് ലോകത്തിനല്ല എന്നും, തൻ്റെ കർണപുടങ്ങൾ കാണാമെന്നും, തൻ്റെ കേൾവി ശക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും കരുത്തായ ആയുധം നമ്മളുടെ ശബ്ദമാവാം, നമ്മുടെ കാലുകളാവാം, നമ്മുടെ തൂലികയാവാം. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കരഞ്ഞ് നിലവിളിക്കുമെങ്കിൽ ബീഥോവൻ ചെയ്തത് ഓടി ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ആ അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി, ദൈവമേ, കഴിഞ്ഞ 48 വർഷക്കാലം ഈ ഭൂമിയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ എന്നെ അനുവദിച്ചിൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നമ്മൾ ജീവിതത്തോട് പുലർത്തേണ്ട ഒരു കടമയാണ് അത്. നമ്മളിൽ എന്ത് സംഭവിച്ചാലും അതിനെ പോസിറ്റീവായി കാണാനുള്ള ഒരു കർത്തവ്യം, ഒരു കടമ നമുക്കറിയാം. അങ്ങനെ ഒരു പോസിറ്റീവായ തിങ്കിങ് ബീഥോവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിൽക്കാലത്ത് നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ കോമ്പോസിഷൻസും അദ്ദേഹത്തിൻ്റെ ഈ ബദിരതയുടെ കാലത്താണ് ഉണ്ടായത് എന്ന്. ഈ ബദിരയുടെ കാലത്തുണ്ടായ കോമ്പോസിഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹത്തെ നമ്മളിപ്പോൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നത്, അദ്ദേഹത്തെ ആദരിക്കുന്നത്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അതല്ല എൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്ന് കറിഞ്ഞ് അദ്ദേഹം കരയുകയായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്കൊരു ബീഥോവനെ ലഭിക്കുമായിരുന്നില്ല. ഞാൻ പറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, അതിൻ്റെ ഉത്തരം ആത്മഹത്യയില്ല, അതിൻ്റെ ഉത്തരം മയക്കുമരുന്നല്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പിടിവള്ളികൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ പിടിവള്ളികൾ നൽകാനുള്ള ഏറ്റവും വലിയ ഉത്തരങ്ങൾ നമുക്ക് പലവിധമായ ആത്മകഥകളിൽ നിന്ന്, കഥകളിൽ നിന്ന്, ജീവിത കഥകളിൽ നിന്നൊക്കെ കിട്ടും. അവ വായിക്കാനുള്ള
അവസരം നിങ്ങൾ കണ്ടെത്തണം. അവ വായിക്കുന്നത് നഷ്ടമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് എഴുത്തുകാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. നമ്മൾ കലാകാരന്മാരും മാധ്യമപ്രവർത്തകരും അധ്യാപകരും ഡോക്ടർമാരും വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് വേണം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ വ്യാപിച്ചിരിക്കുന്ന ഈ ക്യാൻസറിനെതിരെ പോരാടാൻ വേണ്ടി. ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് എവിടെ നിന്നെങ്കിലും പ്രസംഗിച്ചാൽ സാധ്യമാകുന്ന കാര്യമല്ല. അത്രമേൽ വലിയ കണ്ണികൾ നമുക്ക് ചുറ്റും പിടിമുറുക്കി കഴിഞ്ഞു. എത്ര കോടി രൂപയുടെ മയക്കുമരുന്നാണ് നിത്യവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിടിച്ചതിൻ്റെ കണക്ക് കേട്ടാൽ തന്നെ ഞെട്ടും. അപ്പോൾ പിടിക്കാത്തതിൻ്റെ എത്രയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഭൂമി നന്നായി ആസ്വദിക്കൂ. ഈ ജീവിതം ഒന്നേ ഉള്ളൂ. അത് കണ്ണു തുറന്ന് ബോധത്തോടു കൂടി ആസ്വദിക്കാനുള്ളതാണ്. മയങ്ങി ഏതെങ്കിലും മൂലയിൽ കിടന്ന് അവസാനിപ്പിക്കുവാനുള്ളതല്ല. ജീവിതത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിക്കൂ. നിങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു, ആ 5 വർഷം കൊണ്ട് നിങ്ങൾ എവിടെ എത്തി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത 5 വർഷത്തിന് ശേഷം ഞാൻ എന്തായി തീരണമെന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് മഹത്തായ ഒരു സ്വപ്നമുണ്ടോ? അസാധ്യമായ കാര്യങ്ങൾ സാധിക്കുക എന്ന് പറയുന്ന വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ പ്രാപ്തരാവേണ്ടതുണ്ട്. നിങ്ങളെ എല്ലാ മനുഷ്യകുലം ഇന്നോളം സഞ്ചരിച്ചിട്ടുള്ളത് മുഴുവൻ അസാധ്യമായ സ്വപ്നങ്ങളുടെ പിന്നാലെ നടന്നിട്ട് തന്നെയാണ്. അവയെല്ലാം സാധ്യമാക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്തത്. ഒരിക്കലും പറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച മനുഷ്യൻ റൈറ്റ് സഹോദരന്മാരുടെ ശബ്ദത്തിലൂടെ യഥാർത്ഥത്തിൽ പറക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തെയാണ് മുന്നിൽ കണ്ടത്. ഒരിക്കലും കീഴടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഹിമാലയത്തിൻ്റെ ഉത്തുംഗത്തിൽ എത്തി നിന്നിട്ട് ടെൻസിംഗ് ഹിലാരിയും ഉയർത്തിയ ഒരു കൈയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കണ്ടുപിടിച്ചിട്ട് ഗ്രഹാങ്കൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണാനുള്ള വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ. സ്വന്തം ജീവിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വപ്നത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് നടക്കൂ. അങ്ങനെ സ്വന്തം സന്തോഷം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾ നാടിന് അഭിമാനമുള്ളവരായി തീരൂ. നാട് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നവരായി തീരൂ. അതിലേക്കുള്ള നടത്തമാവട്ടെ നമ്മുടെ ലഹരി. മറ്റെല്ലാ ലഹരികളും നമുക്ക് ഉപേക്ഷിക്കാം. സന്തോഷം നിലനിർത്താൻ വേണ്ടി മസ്തിഷ്കം പുറപ്പെടുവിക്കുന്ന കണമുണ്ടല്ലോ, ഡോപ്പാമിൻ. ആ ഡോപ്പാമിൻ നമ്മളുടെ കലകളാവട്ടെ, സംഗീതമാവട്ടെ, സാഹിത്യമാവട്ടെ, കളികളാവട്ടെ, യാത്രയാവട്ടെ, ജീവിതമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന് അഭിമാനമുള്ളവരായി തീരാൻ, നിങ്ങളെ ഓർത്ത ദേശം അഭിമാനിക്കുന്നവരായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ലഹരിയിൽ നിന്ന് വിമുക്തമാവുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് ദൃഢപ്രതിജ്ഞ സഞ്ചരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സോ നമ്മളോടൊപ്പം ഈ ഒരു മുഖ്യ പ്രഭാഷണം മയങ്ങുന്ന സമൂഹവും തൂലിക ധർമ്മവും എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോടൊപ്പം ഡോപ്പമിൻ സബ്മിറ്റ് 2025 മുഖ്യ പ്രഭാഷണം നടത്തിയ ബെന്യാമിൻ സാറിന് ഒരു സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അൻവർ സാദത്ത് കളിയത്ത് സാനിറ്റേഷൻസ് മാനേജിംഗ് ഡയറക്ടർ റിക്വസ്റ്റിംഗ് ടു കൈൻഡ്ലി ജോയിൻ us on stage. സബി on the central space of the stage. നമുക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കളിയത്ത് സാനിറ്റേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ അൻവർ സാദത്ത് കളിയത്തിനെ സ്നേഹാദരങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബെന്യാമിൻ സാറിനുള്ള സ്നേഹോപഹാരം ഡോപ്പമിൻ സബ്മിറ്റ് 2025 സ്നേഹോപഹാരം നൽകിക്കൊണ്ട് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഒരുപാട് നന്ദി. ഡോപ്പമിൻ സബ്മിറ്റ് 2025 ഈ ഒരു സ്നേഹോപഹാരവും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഈ ബെന്യാമിൻ സാറിന് ഇങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായി കാണാം. 2007 2008 ആണെന്നറിയില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ആട് ജീവിതം വായിക്കുന്നത് 1.5 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. അത് സൗദിയിലെ ആണോന്നറിയില്ല, മരുഭൂമിയിലെ ആ എയർപോർട്ടിൽ നിന്ന് ഒരു വണ്ടിയിലാക്കി നജീബിനെ അങ്ങ് മണലാരണ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗവും, അതിനുശേഷം ഒരു പാമ്പ് വന്നുകൊണ്ട് ഈ ആടുകളെ ഉപദ്രവിക്കാൻ നിൽക്കുമ്പം നജീബ് തൻ്റെ കൈകൾ കൊണ്ട് ആ പാമ്പിനെ മണലാരണ്യത്തിൽ നിന്ന് വളരെ വിദഗ്ധമായി ആട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം വെള്ളത്തിൻ്റെ കലത്തിലേക്ക് മുഖം നോക്കിയപ്പോൾ നെട്ടിത്തെറിച്ച നജീബിനെയൊക്കെ വരച്ചു കാട്ടിയ ഈ പ്രിയങ്കരനായ
പിന്നെ സാഹിത്യകാരനെ ഇങ്ങനെ ഒന്ന് അടുത്ത് കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ബെന്യാമിൻ സാറിനുള്ള വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം സമർപ്പിച്ചത് കള്ളിയത്ത് സാനിറ്റേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള അൻവർ സാദ് കളിയത്ത്.